ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ ക്ലച്ച് സൈഡിൽ നിന്ന് സൗണ്ട് വ്യത്യാസമായിട്ട് നമ്മൾ കയറ്റി അഴിച്ചാനാണ് കേട്ടോ. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബാക്കിൽ വരുന്ന ഈ ക്ലച്ച് പുള്ളി, ഇത് ബെൽറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് വർക്ക് ചെയ്യാം. ആ പുള്ളി ഭാഗം മൊത്തത്തിൽ ഗ്രീസൊക്കെ ഇല്ലാതെ മൊത്തം ഡാമേജിലേക്ക് പോയേക്കാം. അതായത് അതിൻ്റെ കോളർ സീലൊക്കെ പൊട്ടി ഓട്ടയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അത്രയ്ക്കും നല്ല രീതിയിൽ ഓവലായി പോയി സംഭവം. അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. ഇതൊക്കെ ഓരോരോ പാർട്സുകളാണ്. ഈ വന്ന പീസ് ഒരു ഇത് മുകളിലത്തെ കോളർ, റോളർ, പിന്നെ ഓയിൽ, അങ്ങനെ കുറച്ച് മൂവ്മെൻറ്റ് കൂടുതലുള്ള ഭാഗങ്ങൾ വരുന്ന യൂണിറ്റാണത് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി സെറ്റ് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. നമുക്ക് വേരിയേറ്റർ ബോഡിയുമേക്കൊന്നും വേറെ പ്രോബ്ലം വന്നിട്ടില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കയ്യോടെ മാറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചിട്ട് ഓടിക്കാം. പക്ഷേ പൊട്ടാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ അഴിച്ചേക്കണത് കൊണ്ട് ആ കൂട്ടത്തിൽ മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിൻ്റെ വീഡിയോസ് വാട്സാപ്പിലേക്ക് അയച്ചു തരാം. അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടിയും അയക്കാം. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. മൊത്തത്തിൽ പോയി സംഭവം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ CVT ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തണം. നമ്മൾ സാധാരണ ജനറലായിട്ട് വന്ന സർവീസിൽ നമ്മൾ ചെയ്തു പോകാറുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് ജനറൽ സർവീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 6 മാസത്തിലൊരിക്കൽ തന്നെയും നിർബന്ധമായിട്ടും അത് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അഴിച്ച് ഗ്രീസ് ഇടണം. അതിൻ്റെ ഉള്ളിൽ ഗ്രീസ്, ഓയിൽ മയം, ലൂബ്രിക്കേഷൻസ് കിട്ടാണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കണേ. അപ്പോൾ ഇനിയായാലും ശ്രദ്ധിക്കുക. നമ്മൾ പുതിയത് സെറ്റ് ചെയ്താലും ഗ്രീസിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് മാക്സിമം ലൈഫ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതേപോലെ കുറേ കഴിഞ്ഞാൽ ഡാമേജ് വരും, മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.